ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമുക്കറിയാം 29 കൊല്ലമായിട്ട് ഇന്ത്യയിലുള്ള ഒരു കമ്പനിയാണ് ഹ്യുണ്ടായി. കുറച്ചധികം കാലമായിട്ട് സെക്കൻഡ് പൊസിഷനായിരുന്നു ഇന്ത്യയിൽ അവർ സെയിൽസ്, അതായത് വണ്ടികൾ വിൽക്കുന്നതിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ചില മാസങ്ങളായിട്ട് തേർഡ് പൊസിഷനിലാവുന്നുണ്ട്, ഫോർത്ത് പൊസിഷനിലാവുന്നുണ്ട്. കാരണം മഹീന്ദ്രയും ടാറ്റയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് കയറുന്നുണ്ട്. അല്ലെങ്കിൽ പൊതുവെ മാരുതി സുസുക്കി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പൊസിഷനിൽ ഹ്യുണ്ടായി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും അതിലൊക്കെ പിന്നെയും അതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടും അതുപോലെ ഹ്യുണ്ടായുടെ തന്നെ ലോകത്തിലെ സെക്കൻഡ് ഏറ്റവും വലിയ കാർ മാനുഫാക്ചറിങ് ഹബ്ബ് ഇന്ത്യ ആക്കി മാറ്റാനുമാണ് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇപ്പോഴത്തെ ഇൻവെസ്റ്റർ മീറ്റിൽ. അതുകൊണ്ട് തന്നെ 2030 വരെയുള്ള അവരുടെ ഒരു റോഡ് മാപ്പ് ഇപ്പോൾ ഹ്യുണ്ടായി അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ വാഹനങ്ങളാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഇവരുടെ ഒരു ബേസിക് സംഭവം നിങ്ങൾക്ക് ഇവിടെ ഇതിനകത്തായിട്ട് കാണാം, എന്തൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് ഇവർ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ 26 വാഹനങ്ങളാണ് ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് 2030-നുള്ളിൽ. അതുപോലെ തന്നെ 45,000 കോടി രൂപ വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റും അവരിപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിനകത്ത് തന്നെ നമുക്ക് ഹൈബ്രിഡ് മോഡൽസ് കാണാൻ പറ്റും, അതുപോലെ CNG വാഹനങ്ങൾ കാണാൻ പറ്റും, ഇലക്ട്രിക് വാഹനങ്ങൾ കാണാൻ പറ്റും, പിന്നെ ഹ്യുണ്ടായുടെ MPV സെഗ്മെൻറ്റിലേക്കും പിന്നെ പുതിയ ഇലക്ട്രിക് SUV സെഗ്മെൻറ്റ്, അങ്ങനെ ഓരോരോ പുതിയ ഇൻട്രൊഡക്ഷൻസ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈവൻ ഇവരുടെ പുതിയ ജെൻസിസ് ബ്രാൻഡ് തുടങ്ങിയ കാര്യങ്ങളിലേക്കും ഇവർ വരുന്നുണ്ട്. സോ നമുക്കിനി ഓരോന്നോരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത്. എന്തായാലും നമുക്കിനി ഇവരുടെ പ്രൊഡക്റ്റ് പ്ലാനിങ് അതുപോലെ ലോഞ്ച് ടൈം ലൈൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. 2026 ഫൈനാൻഷ്യൽ ഇയറിനുള്ളിൽ 4 പുതിയ വാഹനങ്ങളാണ് വരാൻ പോകുന്നത്. 27 to 8 ഫൈനാൻഷ്യൽ ഇയറിനുള്ളിൽ 8 പുതിയ വാഹനങ്ങളും 29 to 30 ഫൈനാൻഷ്യൽ ഇയറിനുള്ളിൽ 14 പുതിയ വാഹനങ്ങളാണ് വരുന്നത്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോഴാണ് 26 വാഹനങ്ങളാവുന്നത്. എന്തായാലും അടുത്ത ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് ഇവരുടെ 4 പുതിയ വാഹനങ്ങൾ കാണാൻ പറ്റും. അതിലൊന്നൊരു ഫുൾ മോഡൽ ചേഞ്ച് ആയിരിക്കും, നമ്മുടെ പുതിയ ജനറേഷൻ മെനു ആയിരിക്കും അത്. 2 പുതിയ ഫേസ് ലിഫ്റ്റുകൾ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്ന് മിക്കവാറും വരണമായിരിക്കും, പിന്നെ i20 ആവാനാണ് സാധ്യത, കാരണം അതിൻ്റെയൊക്കെയാണ് ടെസ്റ്റിംഗ് നടക്കുന്നത്. ഒരു പുതിയ ഡെറിവേറ്റീവ് ഇനിഷ്യേറ്റഡ് ആയിട്ടുള്ള വണ്ടിയും പറയുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് നോക്കാം എന്തൊക്കെയാണ് വണ്ടികൾ വരാനുള്ളതെന്ന്. ഇവരുടെ 7 പുതിയ നെയിം പ്ലേറ്റ്സ് വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ എക്സിസ്റ്റിംഗ് വണ്ടികളല്ലാതെ തന്നെ പുതിയ പേരിൽ വരാൻ പോകുന്ന പുതിയ സെഗ്മെൻറ്റിലേക്കുള്ള വണ്ടികൾ, ഓർ എക്സിസ്റ്റിംഗ് സെഗ്മെൻറ്റിൽ തന്നെ പ്രീമിയം പൊസിഷൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടൊക്കെ വരാൻ പോകുന്ന പുതിയ വാഹനങ്ങളുടെ കേസാണ് 7 പുതിയ നെയിം പ്ലേറ്റ്സ് ആയിട്ട് പറയുന്നത്. ബാക്കിയെല്ലാം ഇലക്ട്രിക്കോ അല്ലെങ്കിൽ സെയിം സെഗ്മെൻറ്റിലോ അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ്, ജനറേഷൻ അപ്ഡേറ്റ് അങ്ങനെയൊക്കെ ആയിട്ട് വരുന്ന വണ്ടികളായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ ഇവരെ പുതിയ ജനറേഷൻ വെന്യൂവിൽ വരാൻ പോകുന്ന കുറച്ച് ഫീച്ചേഴ്സ് ടീസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് 12.3 ഇഞ്ച് ഡ്യുവൽ ഡിസ്പ്ലേ ആണ്. നമ്മളിതിന് പിന്നെ ടീസേഴ്സ് അല്ല, ആക്ച്വലി ലീക്സിലൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ പോലത്തെ എലമെൻ്റ് ആണ്. പുതിയ UI ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ OT അപ്ഡേറ്റ്സ് ഇതിനകത്ത് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലെവൽ 2 അഡ്വാൻസ്ഡ് റെസിസ്റ്റൻസ് സിസ്റ്റം അവർ കൺഫേം ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഈ സെഗ്മെൻറ്റിൽ ചില വണ്ടികളൊക്കെ ആയിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ നെക്സോണിലൊക്കെ ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ സെറോസിലുണ്ടായിരുന്നു, വെന്യൂയിലും അതുപോലെ സോണറ്റിലും ലെവൽ 1 നേരത്തെ ഉണ്ടായിരുന്നു, 2 ഇല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഇപ്പം വണ്ടികളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട്. ഇനിയിപ്പോൾ പതുക്കെ ഈ സെഗ്മെൻറ്റിൽ കോമൺ ആവുമായിരിക്കും. ഇനി അടുത്ത് ഇവരുടെ വണ്ടികളുടെ എണ്ണമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനകത്ത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് IC എഞ്ചിൻ വരുന്ന വണ്ടികൾ 13 മോഡൽസാണ് അവർ ഇറക്കാൻ പോകുന്നത് 2030-നുള്ളിൽ. ഇലക്ട്രിക് വണ്ടികൾ 5 എണ്ണമാണ് പുതിയതായിട്ട് ഇറക്കാൻ പോകുന്നത്. അതുപോലെ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ 8 എണ്ണമാണ് ഇറക്കാൻ പോകുന്നത്. ആൻഡ് CNG വാഹനങ്ങൾ 6 എണ്ണമാണ് ഇറക്കാൻ പോകുന്നത്. സോ ഹൈബ്രിഡ് വാഹനങ്ങൾ ഹ്യുണ്ടായി ഇറക്കുന്നതിനെ പറ്റി നമുക്ക് ഇതിന് മുന്നേ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു, ലീക്സ് വഴിയും ഹ്യുണ്ടായുടെ ഒഫീഷ്യൽ റൂമേഴ്സ് വഴിയൊക്കെ ആയിട്ട്. എന്തായാലും അതിപ്പോൾ അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. സോ ഹ്യുണ്ടായുടെയും ഹൈബ്രിഡ് വാഹനങ്ങൾ അധികം വൈകാതെ തന്നെ വരുന്നതായിരിക്കും. 1.2 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിൻ വെച്ചൊക്കെ അവർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ 1.5 NAയിൽ ഹൈബ്രിഡ് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ റൂമേഴ്സാണ്. എന്തായാലും സാധനം വരും. അതുപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു സംഭവമാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഉണ്ടാക്കാൻ പോകുന്ന ഇവരുടെ ആദ്യത്തെ ഒരു ലോക്കലൈസ്ഡ് ആയിട്ടുള്ള കോമ്പാക്ട് ഇലക്ട്രിക് SUV. നമ്മളിപ്പോൾ പൊതുവേ ഇവരുടെ പുറത്തുള്ള വണ്ടികളൊക്കെ ഇന്ത്യയിലേക്ക് ഇലക്ട്രിക് രൂപത്തിൽ കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ട്. പാനിക് 5 ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈവൻ കോന EV ആയിക്കോട്ടെ, ഇതൊക്കെ തന്നെ പുറത്തുള്ള വണ്ടികളാണ്. ക്രെറ്റ ഇലക്ട്രിക് കണ്ടു, പക്ഷേ അതൊരു ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ആണോ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം എക്സിസ്റ്റിംഗ് വണ്ടിയാണ് ക്രെറ്റ, തന്നെ ഒരു ഇലക്ട്രിഫൈഡ് വേർഷനാണ് ക്രെറ്റ EV ആയിട്ട് ഇറക്കുന്നത്. പക്ഷേ ഈ വണ്ടി അങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് നമുക്ക് മാക്സിമൈസ്ഡ് റേഞ്ച് അവർ പറയുന്നുണ്ട്. അതുപോലെ ലെവൽ 2 ADAS, പിന്നെ അൺകോംപ്രമൈസ്ഡ് ആയിട്ടുള്ള സേഫ്റ്റി പറയുന്നുണ്ട്, ലോങ് റേഞ്ച് പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും ഈ വാഹനത്തിൻ്റെ മെയിൻ പ്രൊഡക്ഷൻ ഹബ്ബ് വരുന്നത്. ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുള്ള രീതിയിലാണ് അവർ ഈ വാഹനം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇവരുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോമിൽ വരാൻ പോകുന്ന ഒരു ഇലക്ട്രിക് SUV ആയിരിക്കും. കംപ്ലീറ്റ്ലി പുതിയൊരു നെയിം പ്ലേറ്റിൽ വരുന്ന വണ്ടിയും കൂടി ആയിരിക്കും.
ഇനി അടുത്ത ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹ്യുണ്ടായി ഒരുപാട് സെഗ്മെൻറ്റുകളിലേക്ക് ഇനിയിപ്പം വീണ്ടും പെനിട്രേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും പറയുന്നുണ്ട്. അതിലൊന്നാണ് MPV സെഗ്മെൻറ്റ്. ഇവർ ഇതിന് മുന്നേ MPV സെഗ്മെൻറ്റിലേക്ക് അങ്ങനെ കാലെടുത്ത് വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ MPV സെഗ്മെൻറ്റാണ് അവരിനി നോക്കുന്നത്. ഓൾറെഡി കിയയ്ക്ക് കാർണിവൽ, അതായത് ഇപ്പോൾ പുതിയ ക്ലാവിസ് ഒക്കെ ഉണ്ട്. സോ അതെടുത്തൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹ്യുണ്ടായിക്ക് അവരുടേതായിട്ടുള്ളൊരു വണ്ടി ഇറക്കാം. പിന്നെ അതല്ലാതെ കുറച്ചുകൂടെ അഫോർഡബിൾ ആയിട്ടുള്ള സെഗ്മെൻറ്റ് വേണമെങ്കിലും അവർക്ക് ട്രൈ ചെയ്യാവുന്നുള്ളൂ. പുറത്തൊക്കെ അവർക്ക് സ്റ്റാറി അങ്ങനത്തെ പക്ക MPV വാഹനങ്ങൾ അല്ലെങ്കിൽ വാനായിട്ട് തന്നെ വരുന്നുണ്ട്. ഇതല്ലാതെയും കൊറിയയിൽ ഇഷ്ടംപോലെ വാൻസ് അവർക്കുണ്ട്. സോ അതിൽ നിന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ ഇറക്കാവുന്നുള്ളൂ. അതുപോലെ തന്നെ അല്ലെങ്കിൽ അതുമായിട്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള വണ്ടികൾ ഇവിടെ ഇറക്കാവുന്നുള്ളൂ. പിന്നെ വരുന്നത് ഓഫ് റോഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ്. അത് നമ്മുടെ താർ അല്ലെങ്കിൽ ജിംനി, ഗുർഖ പോലുള്ള വാഹനങ്ങളിലായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും വരുന്നതെന്നും പറയുന്നുണ്ട്. സോ ഓഫ് റോഡ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഹ്യുണ്ടായുടെ വാഹനങ്ങളൊന്നും ഇവിടെ ഇതിന് മുന്നേ വന്നിട്ടില്ല. അതും അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എഗെയിൻ നല്ല കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ന്യൂസാണ് ഇവരുടെ ജനസിസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്. നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻ്റർനാഷണലി അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. നമ്മുടെ മെർസിഡീസ് ആയിക്കോട്ടെ, BMW, ഔഡി, പിന്നെ ലെക്സസ്, അങ്ങനത്തെ ബാക്കി പ്രീമിയം ബ്രാൻഡ്സൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്സ് തന്നെയാണ് ജനസിസ്. അവരെക്കാൾ ഒരു ഇത്തിരിയും കൂടെ പ്രൈസൊക്കെ അണ്ടർ കട്ട് ചെയ്തിട്ടായിരിക്കും ഹ്യുണ്ടായി അവരുടെ വാഹനങ്ങൾ ഇറക്കുന്നത്. പക്ഷേ പ്രീമിയംനെസ് അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം ഫാക്ടർ, പിന്നെ ഇൻറ്റീരിയർ ക്വാളിറ്റി ആയിക്കോട്ടെ, ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, അതിലൊന്നും യാതൊരു കോംപ്രമൈസും വരുത്താതെയാണ് ജനസിസിൻ്റെ പ്രൊഡക്ട്സ് ഹ്യുണ്ടായി ഇൻ്റർനാഷണലി ഇറക്കുന്നത്. എന്തായാലും ആ ഒരു ബ്രാൻഡ് അവർ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. 2027 ജനസിസ് ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത്. അതും വെറുതെ പുറത്തുള്ള വണ്ടി ഇങ്ങോട്ടേക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് ഇടാനല്ല അവർ ഉദ്ദേശിക്കുന്നത്. CBO ആയിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ ഫുൾ ഇമ്പോർട്ടഡ് ആയിട്ട് വരുമോ ആ രീതിയിലല്ല. അതിന് പകരം ഇവിടെ തന്നെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. അതിൽ ലോക്കലി പ്രൊഡക്ഷൻ എന്തോരം നടക്കുമെന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടി വരും. കൂടുതലും CKD ആവാനാണ് സാധ്യത. അതായത് കംപ്ലീറ്റ്ലി നോക്ക് ഡൗൺ യൂണിറ്റ്സ് അങ്ങനെയൊക്കെ ഇപ്പം BMW, മെർസിഡീസ്, ഔഡിയൊക്കെ ചെയ്യുന്നതാണ്. സോ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ട് വണ്ടികൾ പ്രൈസ് ചെയ്യാനും പറ്റും. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ള 3 പ്രീമിയം ബ്രാൻഡ്സ് ആയിക്കോട്ടെ, BMW, ഔഡി, മെർസിഡീസ്, ഇത് 3 ആണല്ലോ. ഇതിനെയൊക്കെ കുറച്ച് അണ്ടർ കട്ട് ചെയ്ത് പ്രൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ വണ്ടികൾ നല്ലതാണ്, എൻജിൻസ് നല്ലതാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ ഉറപ്പായിട്ടും വാങ്ങും. ഹ്യുണ്ടായുടെ ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ടൊയോട്ടയുടെ ലെക്സസ് അറിയാം. അതുപോലത്തെ ഒരു സംഭവം തന്നെയാണിത്. ഇതിനൊക്കെ പുറമെ വേറെ കുറച്ച് ചെറിയ കാര്യങ്ങൾ അവരുടെ UIയിലുള്ള ചേഞ്ചസ് വരുന്നതാണ്. അതായത് ഡൈനാമിക് യൂസർ എക്സ്പീരിയൻസ് 2027 വരാൻ പോകുന്ന ഇവരുടെ ഒരു A+ കാറ്റഗറിയിലുള്ള SUVയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. പിന്നെ OT അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, തേർഡ് പാർട്ടി ആപ്സ് ആയിക്കോട്ടെ, അതുപോലെ പുതിയ ഡിസ്പ്ലേ ആയിക്കോട്ടെ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെയൊക്കെ ജസ്റ്റ് ഓവർവ്യൂ അവർ തന്നിട്ടുണ്ട്. പിന്നെ ഇവർ പറഞ്ഞിരിക്കുന്ന പൂനെയിലുള്ള ഇവരുടെ പുതിയ മാനുഫാക്ചറിങ് പ്ലാന്റിനെ പറ്റിയാണ്. 300 ഏക്കർ സ്ഥലത്തിനകത്ത് അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുതിയ പ്രൊഡക്ഷൻ പ്ലാന്റാണിത്. 4 വെഹിക്കിൾ ഷോപ്സും ഒരു എഞ്ചിൻ ഷോപ്പുമാണ് ഇവിടെ വരുന്നത്. ഇതിനകത്തുള്ള, അതായത് ഈ ഒരു പ്ലാന്റിൽ ഇവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ വാഹനം ഒക്ടോബർ 2025 മുതലായിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അഗെയിൻ എനിക്ക് അവരിതുവരെ പറഞ്ഞിട്ടില്ല, പക്ഷേ അത് പുതിയ ജനറേഷൻ വെന്യൂ ആവാനാണ് സാധ്യത. കാരണം നവംബറിലാണ് ആ വാഹനത്തിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉള്ള ഇവരുടെ ഈ പുതിയ പ്ലാന്റും അതുപോലെ തന്നെ ചെന്നൈയിലുള്ള ഓൾറെഡി 2 പ്ലാന്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുകയാണെങ്കിൽ ഹ്യുണ്ടായുടെ ഇന്ത്യയിൽ ഇപ്പോഴത്തെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1.1 മില്യൺ വാഹനങ്ങളുടെയാണ്. അതായത് 11 ലക്ഷം വണ്ടികളുടെയാണ്. ഇപ്പോഴത്തെ പുതിയ പൂനെയിലുള്ള പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ ആനുവൽ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 1.7 ലാക്സ് ആണ്. പക്ഷേ 2028 80,000 കൂടെ കൂട്ടി 2.5 ലാക്സ് വരെ ആക്കാനും അവരുടെ പ്ലാനിലുണ്ട്. ഇതുവരെ ഹ്യുണ്ടായിക്കുള്ളത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉള്ളതും ഇന്ത്യയിൽ തന്നെയാണ് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഹ്യുണ്ടായി ഇന്ത്യയെ ഒരു എക്സ്പോർട്ട് ഹബ്ബായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. 2030 30% വാഹനങ്ങളും അവരുടെ ടോട്ടൽ സെയിൽസ്, അതായത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ എക്സ്പോർട്ട്സ് ആയിരിക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ 2030 ആകുമ്പോഴേക്കും ടോട്ടൽ 18 നെയിം പ്ലേറ്റ്സ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്നത്. അതായത് ജനറേഷൻ അപ്ഡേറ്റ്, പുതിയ ഫേസ് ലിഫ്റ്റ്, വരാൻ 3 വണ്ടികൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇപ്പം നിലവിൽ 12 വാഹനങ്ങളാണ് അവർക്കുള്ളത്. സോ ഗൈസ്, ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഹ്യുണ്ടായുടെ ഇപ്പോഴത്തെ ഇൻവെസ്റ്റർ മീറ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇതിൽ നമ്മളിപ്പോൾ ഈ വീഡിയോയിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസ്, ക്ലീനിങ് പ്രൊഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്താൽ മതി. ഇതിൽ ഏത് അപ്ഡേറ്റ് ആണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നതെന്നും കൂടെ പറഞ്ഞേക്കാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.